ഇന്നത്തെ എൻ്റെ യാത്ര ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിലേക്കാണ്. അങ്ങനെ ചെന്നൈയിലെത്തി ആദ്യം പോയത് സെൻറ്റ് തോമസ് മൗണ്ട് എന്ന സ്ഥലത്തേക്കാണ്. വിശുദ്ധ തോമാസ് ലീഹായെ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയ ഒരു സ്ഥലമാണിത്. ചിന്നൈ മലൈ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. തോമാസ് ലീഹായുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു സ്ഥലമാണ് കാൽവരി ഓഫ് സെൻറ്റ് തോമസ്. അതിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തോമാസ് ലീഹായുടെ മരിച്ചു കിടക്കുന്ന ഒരു തിരുസ്വരൂപമാണ് നമ്മൾ ആദ്യം കാണുന്നത്. കൂടാതെ തോമാസ് ലീഹായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ അവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. പുരാതന കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളുടെയും ഭാഗങ്ങളാണ് ഇതൊക്കെ. തോമാസ് ലീഹായെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുരാതന ഗ്രന്ഥങ്ങളുടെ കോപ്പികളാണ് ഇവയൊക്കെ. അക്കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളുടെ ശേഖരവും ഇവിടെ കാണുവാൻ കഴിയും. വിശുദ്ധ കുർബാനയ്ക്കും മറ്റ് പ്രാർത്ഥനകൾക്കുമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ഭാഗങ്ങളാണ് ഇവയൊക്കെ. യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ വിശുദ്ധ തോമാസ് ലീഹ ഭാരതത്തിൽ വരികയും 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പള്ളികളുടെയൊക്കെ മാതൃകയാണ് ഇവിടെ കാണുന്നത്. സെൻറ്റ് തോമസ് ചർച്ച്, പാലയൂർ, തൃശ്ശൂർ ഏറ്റവും പഴക്കമേറിയ പള്ളിയാണിത്. AD 52 ഇത് പണി കഴിപ്പിച്ചത്. വിശുദ്ധ തോമാസ് ലീഹ ആദ്യമായി ഇന്ത്യയിൽ മാമോദിസ നൽകിയത് ഈ പള്ളിയിൽ വച്ചാണ് എന്ന് കരുതപ്പെടുന്നു. മറ്റ് സ്ഥലങ്ങൾ കൊല്ലം, നിരണം, മാർത്തോമ ചർച്ച് അഴീക്കോട്, സെൻറ്റ് തോമസ് ചർച്ച് കോട്ടക്കാവ്, അരുവിത്തുറ ചർച്ച്, നിലയ്ക്കൽ, ആരപ്പള്ളി ചർച്ച് എന്നിവയാണ് ബാക്കി. 18-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച കോപ്പർ കോയിൻ, 500 വർഷങ്ങൾക്ക് മുൻപുള്ള മറ്റ് നാണയങ്ങളൊക്കെയാണ് ഇവ. തോമാസ് ലീഹായുടെ മരണം എപ്രകാരമുള്ളതായിരുന്നു എന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കുന്തം കൊണ്ട് അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൂടാതെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന രൂപവും ഇവിടെയുണ്ട്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എടുത്തുകൊണ്ട് പോകുന്ന രൂപങ്ങളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ പേരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് തോമാസ് ലീഹായുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നീട് പുറത്ത് കടക്കുമ്പോൾ മുൻവശത്തായി 2 ആൽമരങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം 150-200 വർഷത്തെ പഴക്കമാണ് ഇതിന് ഉള്ളത്. മാതാവിൻ്റെയും മറ്റ് വിശുദ്ധരുടെയും യേശുക്രിസ്തുവിൻ്റെയും ഒക്കെ രൂപങ്ങൾ വളരെ ഭംഗിയായി ഇവിടെ അലങ്കരിച്ച് വച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ തിരുസ്വരൂപമാണ് ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. എയർപോർട്ട് വളരെ അടുത്തായതിനാൽ എല്ലായ്പ്പോഴും പ്ലെയിൻ പോകുന്നത് വളരെ ഭംഗിയായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. സെൻറ്റ് തോമസ് മൗണ്ട് എന്നുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ചെന്നൈ നഗരത്തിൻ്റെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. വളരെ മനോഹരമായി പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണിത്. പിന്നീട് ഞാൻ പോയത് ചെന്നൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ദേവാലയമായ സെൻറ്റ് തോമസ് കത്തീഡ്രൽ ബസിലിക്ക കാണുവാനാണ്. സാന്തോം ചർച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1523 ഇതിൻ്റെ തുടക്കം കുറിച്ചത്. പോർച്ചുഗീസ് മിഷണറീസാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമാണിത്. നെയോ ഗോത്തിക് സ്ട്രക്ചറിലാണ് ഇപ്പോൾ ഈ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ ഉൾഭാഗമാണ് ഇതിനുള്ളത്. സെൻറ്റ് തോമസിൻ്റെ തിരുശേഷിപ്പും ഈ ദേവാലയത്തിലുണ്ട്.
ജാതിമത ഭേദമന്യേ എല്ലാവരും വരുന്ന ഒരു പുണ്യ സ്ഥലമാണിത്. 2 ഭാഗങ്ങളായിട്ടാണ് ഈ ദേവാലയമുള്ളത്. അൾത്താരിയോട് ചേർന്നുള്ള ഭാഗമാണിത്. വളരെ മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗവും മുകൾ വശവും പെയിൻറ്റിങ്ങുമൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഞാൻ പോകുന്നത് തമിഴ്നാട്ടുകാരുടെ വളരെ പ്രശസ്തരായ പ്രഗത്ഭരായ വ്യക്തികളെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ്. മെറീന ബീച്ചിനടുത്താണ് ഇതുള്ളത്. തമിഴ് പൊളിറ്റിക്കൽ ലീഡറായ CN അണ്ണാദുരൈ, M കരുണാനിധി എന്നിവരെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണിത്. 1909 സെപ്റ്റംബർ 15 CN അണ്ണാദുരൈ ജനിച്ചു. 1969 ഫെബ്രുവരി 3 അദ്ദേഹം മരിച്ചു. ദ്രാവിഡ മുന്നേറ്റ കഴകം അല്ലെങ്കിൽ DMK എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫൗണ്ടർ, അതുപോലെ തന്നെ ഫസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. M കരുണാനിധി ഇന്ത്യൻ റൈറ്റർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1969 മുതൽ 2011 വരെയുള്ള കാലയളവിൽ 5 ടേമുകളായി തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്ററായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് M കരുണാനിധി. കലൈഞ്ചർ എന്നാണ് ഇദ്ദേഹം തമിഴ്നാട്ടിൽ പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് ഈ പ്രദേശം ഇത്രയും മനോഹരമാക്കി തീർത്തത്. അനേകം ജനങ്ങൾ ഇവിടം സന്ദർശിക്കുവാൻ നിത്യവും വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പ്രഗത്ഭരായ മറ്റ് 2 വ്യക്തികളെയും അടക്കം ചെയ്തിട്ടുണ്ട്. തമിഴ് ഫിലിം ആക്ടർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡറും കൂടിയായ MGR 1977 മുതൽ തൻ്റെ മരണം വരെ തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്ററായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ട്രസ്സായ ജയലളിതയാണ്. 14 വർഷത്തോളം തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്ററായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ജയലളിത. 2016 ഡിസംബറിൽ 5 ജയലളിത മരിക്കുന്നത്. ഇനി ഞാൻ പോകുന്നത് ചെന്നൈയിലെ വളരെ പ്രസിദ്ധമായ മെറീന ബീച്ചിലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നമായിരുന്നു അത്. അനേകം ആളുകൾ ഉല്ലാസത്തിനായി വരുന്ന ഒരു സ്ഥലമാണ് മെറീന ബീച്ച്. തമിഴ്നാടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ ഒന്നാണ് മെറീന ബീച്ച്. സമയം വൈകുന്നേരമാകുന്നു. ഇനി എനിക്ക് ഒരു സ്ഥലവും കൂടി പോകാനുണ്ട്. അത് ഒരു ദേവാലയമാണ്. ചെന്നൈയിലെ വേളാങ്കണ്ണി പള്ളി. അങ്ങോട്ടേക്കാണ് ഇനി എൻ്റെ യാത്ര. മെറീന ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ. പലതരത്തിലുള്ള കച്ചവടവും അതുപോലെ തന്നെ ഫിഷിൻ്റെ മാർക്കറ്റുമൊക്കെ അടങ്ങുന്ന ഒരു സ്ഥലമാണിവിടെ. അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു സമയമാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ നിരനിരയായിട്ടുള്ള വലിയ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. സുനാമിയും പ്രളയവുമൊക്കെ വന്ന് വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന ഭവനങ്ങളാണ് ഇതൊക്കെ. നിരവധി ആളുകളാണ് ഇന്ന് അവിടെ താമസിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഏകദേശം വൈകിട്ട് 7 മണിയോടുകൂടി ഞാൻ ദേവാലയത്തിലെത്തി. ചെന്നൈയിലെ വേളാങ്കണ്ണി ദേവാലയത്തിൽ. വളരെ മനോഹരവും വലിപ്പമുള്ളതുമായ ഒരു ദേവാലയമാണിത്. ഉള്ളിൽ കയറി വീഡിയോ ചെയ്യണമെന്ന് കരുതിയപ്പോഴാണ് അവിടെ ധ്യാനം നടക്കുന്നു എന്നറിയുന്നത്. അതിനാൽ ദേവാലയത്തിൻ്റെ ഉൾഭാഗം എനിക്ക് കാണുവാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചെന്നൈയോട് ഞാൻ വിട പറഞ്ഞു. ബാംഗ്ലൂർക്കുള്ള എൻ്റെ മടക്കയാത്ര ആരംഭിച്ചു. വളരെ മനോഹരമായിട്ടുള്ള ഭൂപ്രദേശമാണ് ഇവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത്. പർവ്വതങ്ങളാലും വലിയ മലകളാലുമൊക്കെ
ചുറ്റപ്പെട്ട് കിടക്കുന്ന റോഡിലൂടെയാണ് എൻ്റെ യാത്ര. അങ്ങനെ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു യാത്രയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പും കൂടിയാണ്.